മനോഹര കാഴ്ച നമ്മൾ കാണുന്നത് കണ്ടോ? അവരോട് സംസാരിക്കാന്ന് വിചാരിച്ചായിരുന്നു അവരെന്തായാലും തിരുവനന്തപുരത്തെ ദൈവങ്ങൾ ഇവിടെ വെച്ചൊരു താലികെട്ട് നടന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതിന്റെ ഒരു റീക്രിയേഷൻ ആയിരിക്കും നമ്മൾ കണ്ടത്. ഇന്നത്തെ ദിവസം താലി കെട്ടി ദേവിയുടെ അനുഗ്രഹം വാങ്ങുക എന്നൊക്കെ പറയുന്നത് അവരുടെ മനസ്സിലെ ഒരു വലിയ ആഗ്രഹമായിരിക്കും, സന്തോഷമായിരിക്കും. ആ ആഗ്രഹം സാധിച്ചിട്ടാണ് അവർ പോകുന്നത്. അതുപോലെ നിവേദ്യത്തിൽ ഇത്രയും വിഭവങ്ങളുള്ളത് അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി ഉള്ളത് ആറ്റുകാലമ്മയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിലൊക്കെ സ്ഥിരം എല്ലാം ഇടുവോ? പായസമാണ് മെയിൻ. പായസം എന്തായാലും ഉണ്ടാവും. ഇനി പായസത്തിന് മധുരം കുറയ്ക്കുന്ന അനുസരിച്ച് നമ്മൾ ഇരട്ടി മധുരമൊന്നും മധുരം കുറഞ്ഞ പായസമൊന്നും ഒക്കെ പറഞ്ഞ് വെറൈറ്റികൾ കണ്ടു. പക്ഷെ സത്യത്തിലുള്ള വെറൈറ്റി നമ്മുടെ തെരളിയപ്പം, അത് ദേവിക്ക് ഇഷ്ടമുള്ള നേർച്ചയാണ്. കടുംപായസം ദേവിക്ക് ഇഷ്ടമുള്ള നേർച്ചയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ശർക്കരയിട്ട് നെയ്യൊക്കെ ചേർത്ത് കടുംപായസം, വെള്ളച്ചോറ് വെള്ളാന്ന് നമ്മൾ പറയാം. അത് തേങ്ങയിട്ട് നെയ്യൊക്കെ ഒഴിച്ച് അതുണ്ടാക്കുന്നത്. പച്ചരി തിളയ്ക്കുമ്പോ നമ്മള് നെയ്യ് ഒഴിക്കുക, തേങ്ങ ഇടുന്നവരുണ്ട്, അണ്ടിപ്പരിപ്പ് ഇടുന്നവരുണ്ട്. അങ്ങനെ അതൊരു നേദ്യമായിട്ട് എടുക്കുന്നവരുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സാധനം പുറത്തുള്ളവർക്കൊന്നും അറിയാത്തായിരിക്കും, മണ്ടപ്പുറ്റ്. അത് അധികം അവിടെ നിന്ന് വരുന്നവർക്ക് അറിയില്ല. പക്ഷെ ഒരു തവണ വന്നിട്ട് ഇത് എന്താ സാധനം കണ്ടു കഴിയുമ്പോൾ ഈ മിക്സ്ഡ് ആൾക്കാരായതുകൊണ്ട് മിക്കവാറും നമ്മൾ വെറും പായസമൊക്കെ ഇടാൻ വേണ്ടി വളരെ അടിപൊളിയായി വന്നിരിക്കുമ്പോഴായിരിക്കും അപ്പുറത്താൾ നാല് തട്ടൊക്കെ ആയിട്ട് വരുന്നത്. അതിലിങ്ങനെ പലതരം വിഭവങ്ങളാണ്. അങ്ങനെയാണ് ഈ മണ്ടപ്പുറ്റ് ആവിയിൽ വേവിക്കുന്നതാണ്. ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളുണ്ടാകും, അത് പറഞ്ഞു തെറ്റിക്കുന്നില്ല. എങ്കിൽ പോലും തലവേദനയ്ക്കുള്ള ഒരു പരിഹാരം, തലയിൽ തലവേദനയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തലവേദന ശമിക്കാൻ വേണ്ടിയാണ് മണ്ടപ്പുറ്റിടുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അത് ആവിയിൽ വേവിക്കുന്നതാണെന്ന് പറയും. ആവിയുടെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം, നമ്മളിപ്പോ ഒന്ന് റിഫ്രഷ് ആകാൻ എന്താ ചെയ്യുക, നമ്മളൊന്ന് മുഖത്ത് ആവി കൊടുക്കണമെന്നൊക്കെ പറയില്ല. അതുപോലെ ഈ പൊങ്കാലയിട്ട് ഇത്രയും പുക കൊണ്ട് കഴിയുമ്പോൾ മൊത്തത്തിൽ നമുക്കൊരു റിലാക്സേഷൻ അല്ലെ? നമ്മൾ കേൾക്കുന്നവരിതിലെ ഒരു അത്ഭുതമാണ്, അല്ലെങ്കിൽ അതിലൊരു തമാശയൊക്കെ കാണും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഇല്ലെങ്കിൽ ഇത്രയേറെ പുക, ഇത്രയേറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഒരു കൊല്ലം കഴിഞ്ഞ് ഇനി ഇത് വേണ്ട എന്ന് വിചാരിച്ച് പോകുന്നവർ അടുത്ത കൊല്ലം വരുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിയാണ്. വിശ്വാസം എപ്പോഴും അങ്ങനെയാണ്. ഓരോ വിശ്വാസവും നമ്മളെ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് നയിക്കുന്നത്. അടുത്ത കൊല്ലം വരെ നന്നായി ആരോഗ്യത്തോടെ ഇരിക്കണം, അടുത്ത കൊല്ലം പൊങ്കാല ഇടണം എന്നതായിരിക്കും ഒരുപക്ഷെ ഒരാളെ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിശ്വാസം. അങ്ങനെ വിശ്വാസത്തിന്റെ മുകളിൽ പ്രത്യേകിച്ച് ചോദ്യങ്ങളും പറച്ചിലുകളും ഒന്നുമില്ല. വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യം തരുന്നത് എന്താണോ അതാണ് വിശ്വാസം. അത് ഈശ്വരനാണെങ്കിൽ അത്, ശാസ്ത്രമാണെങ്കിൽ അത്, മനസ്സ് എന്ന് പറയുന്നതാണെങ്കിൽ അത്, മനുഷ്യരാണെങ്കിൽ അത്, നിങ്ങൾക്ക് ശക്തി തരുന്നത് എന്തോ അതാണ് വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇവിടേക്ക് ഈ ഭക്തലക്ഷങ്ങൾ, ഈ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ ഒഴുകിയെത്തുന്നത്. നമ്മൾ ഒഴുകുക എന്നൊക്കെയുള്ള വാക്കൊക്കെ വെറുതെ പറയാന്ന് വിചാരിക്കും. പക്ഷെ നോക്കൂ, ഈ ആൾക്കൂട്ടത്തിലേക്ക് നോക്കി നോക്കൂ. ഇതിനെ നമ്മൾ ഒഴുകുക എന്നല്ലാതെ എങ്ങനെയാണ് പറയാ? കാരണം ഇത് എത്രയോ മണിക്കൂറുകളായി ഇങ്ങനെ ദേവി ഒന്ന് കണ്ടു പോയി പൊങ്കാലയിടുക. പൊങ്കാലയുടെ ഒരു വരവ് എനിക്ക് തോന്നുന്നു പൂർത്തിയാവുന്നത് അങ്ങനെയാണ്. ഇന്നലെ വന്നൊന്ന് തൊഴും, അത് കഴിഞ്ഞ് രാത്രി കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരുന്ന് രാവിലെ കുളിച്ച് ഒന്നുകൂടെ വന്ന് തൊഴുത്. ചിലരങ്ങനെ, ചിലര് എന്ത് ചെയ്യും, രാവിലെ അവിടെ എല്ലാം തയ്യാറാക്കി വെക്കും. എന്നിട്ട് പൊങ്കാല ഇട്ട് കഴിഞ്ഞ് തിളച്ച് തൂവിക്കഴിഞ്ഞ് കുറച്ച് സമയമുണ്ടല്ലോ, ഈ നേദിക്കുന്നതിനിടയിലുള്ള കുറച്ച് സമയമുണ്ട്. ആ സമയം കൊണ്ട് വന്ന് തൊഴുന്നവരുണ്ട്, അത് കഴിഞ്ഞ് വന്ന് തൊഴുന്നവരുണ്ട് അല്ലെ? വൈകുന്നേരം പൊങ്കാല കഴിഞ്ഞ് വന്ന് തൊഴുന്നവരുണ്ട്. ആ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ട്. ഈ പറഞ്ഞ പോലെ കുത്തിയോട്ടത്തിന്റെ കാര്യമാണെങ്കിലും, അതുപോലെ ചെറിയ ചെറിയ ഫ്ലോട്ടുകള്, നേരത്തെ പറഞ്ഞ കെട്ടുകാഴ്ച, അതായത് വിളക്കേട്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേരുണ്ടാവാറുണ്ട്. വിളക്കേട്ട് ഇങ്ങനെ കേറുന്ന കാഴ്ച ഗംഭീരമാണ്. അതെ, വാദ്യമേളത്തോടെ രാത്രി വന്ന് കേറുന്ന കാഴ്ച ഗംഭീരമാണ്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി ഇന്ന് ആളുകൾ ഇറങ്ങും. എനിക്ക് തോന്നുന്നു പുരുഷന്മാർ കൂടുതൽ ഇറങ്ങുന്നത് ഇന്നായിരിക്കും, വൈകുന്നേരം ആയിരിക്കും. നമ്മുടെ സ്ത്രീകളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ ഇവിടെ നിന്നൊക്കെ ഒന്ന് സ്ഥലം വിട്ടിട്ട് വേണം വരാൻ എന്ന് കാത്തിരിക്കുന്ന കുടുംബങ്ങളിലെ പുരുഷന്മാരുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം ഇപ്പൊ നമ്മളെപ്പോഴും പറയും വീടുകളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലര് അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പലതരം പ്രശ്നങ്ങൾ പറയാറുണ്ടല്ലോ. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് സാധാരണക്കാരായ സ്ത്രീകളെ കണ്ടിട്ടുള്ള ഇന്നത്തെ ദിവസം അവരൊക്കെ വളരെ കോപ്പറേറ്റീവ് ആണ്. ഇത് പേടിച്ചിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ചെറിയൊരു ശങ്ക ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുത്ത് കല്ലായാലും വിറകായാലും അരിയായാലും ശർക്കരയായാലും ഇനി കൊണ്ടുവിടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വളരെ ഭവ്യതയോടെ മാറി നിൽക്കുന്ന ഒരുപാട് വീരശൂര പരാക്രമികളായ പുരുഷന്മാരുടെ കഥകൾ കേട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ കണ്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അത് ഏറ്റവും ഈ താഴെത്തട്ടിലുള്ള സ്ത്രീകളുടെ കാര്യത്തിലാണ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ അനുഗ്രഹം, ഈ പുണ്യം അത് നമ്മുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമുക്ക് കൂടി കിട്ടാനുള്ള ഒരു പുണ്യമാണെന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. ഇന്ന് ഫുൾ സഹകരണ പ്രസ്ഥാനങ്ങളായ ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും.
അതുപോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കച്ചവടക്കാരുടെ കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പോയി, നമുക്ക് ഇവിടെ ഉള്ളവരെ മാത്രമല്ല കാണുന്നത്. പൊങ്കാല സ്പെഷ്യൽ അല്ലേ? പൊങ്കാല സ്പെഷ്യൽ ആയിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്, അതിലൊന്നാണ് അത്. ഈ പൊങ്കാലയ്ക്ക് വേണ്ടി പൊങ്കാല വൈകുന്നേരത്തെ ഈ പൊങ്കാല ഇറക്കമുണ്ട്, കാഴ്ച കാണാൻ ഇറങ്ങിയ കൂട്ടത്തിലുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇത് കൈയും കാലും കുഴഞ്ഞാലും വൈകുന്നേരം ഒന്ന് ഇറങ്ങുക, പൊങ്കാലയ്ക്ക് തലേ ദിവസം ഒന്ന് ഇറങ്ങുക, ഒന്ന് ലൈറ്റ് കാണുക എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ഉള്ളവരുടെ ഒരു ആഗ്രഹവും അവരുടെ ഒരു സ്പെഷ്യൽ കാര്യമൊക്കെയാണ്. അപ്പൊ അത് മുടക്കാൻ പാടില്ല. അത് നമുക്ക് എത്ര വയ്യാലും നമ്മളങ്ങ് പോകും. നേരത്തെ ഒരു അമ്മമ്മ പറഞ്ഞില്ലേ, വയ്യ വേണ്ടെന്നൊക്കെ വിചാരിക്കും, പക്ഷെ വീട്ടിൽ പോയിരിക്കുമ്പോൾ ഈ ബഹളെല്ലാം കൂടെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഒരു വലിയ ഏകീകരണം അല്ലെങ്കിൽ ഏകോപനത്തിന്റെ കാഴ്ച ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും എല്ലാവരും ഒന്നാണ്. ക്ഷേത്രം ട്രസ്റ്റ് എത്ര വർഷമായിട്ട് ഈ പൊങ്കാല നടത്തുന്നു. അവരുടെ ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പൊങ്കാല കഴിയുന്നത് വരെ ഒരു കേടുപാടും ഇല്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ എല്ലാം വളരെ സേഫായിട്ട് നടത്തി അവരെ വീട്ടിലെത്തിക്കുന്നത് വരെ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിനുവേണ്ടി അവർ ഒരുക്കം തുടങ്ങുന്നത് ഈ പൊങ്കാല കഴിയുമ്പോൾ അടുത്ത പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ പാകപ്പിഴകൾ ഉണ്ടായാൽ അത് അടുത്ത പൊങ്കാലയ്ക്ക് അത് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും മത്സരിച്ച് നിൽക്കുന്നത്. ഞാനിപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മളിപ്പോ ഇത്രയും വർഷം പൊങ്കാല റിപ്പോർട്ട് ചെയ്യും, പൊങ്കാല ഇടുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലോ. അങ്ങനെ ഒരു വലിയ പരാതിയൊന്നും ഒരിക്കലും പൊങ്കാലയെ പറ്റി കേട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല, അങ്ങനെ വലിയ പരാതികൾ വരാറില്ല. പക്ഷെ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പം വെള്ളം കിട്ടുന്നില്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതുപോലും ഇപ്പോ എനിക്ക് തോന്നുന്നു സന്നദ്ധ സംഘടനകളായാലും ഒക്കെ ഇറങ്ങി അതും പരിഹരിച്ചു പോകുന്നുണ്ട്. വലിയ പരാതി ഇപ്പം ചെറിയ പരാതി പോലും പലയിടത്തും ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും അവരവരുടെ ഒരു റോൾ എടുക്കുക എന്നുള്ളത് തിരുവനന്തപുരത്ത് ഈ പൊങ്കാല സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അത് ചെറിയ പൗരസമിതികളാവട്ടെ, റെസിഡൻസ് അസോസിയേഷൻ ആവട്ടെ, അല്ലെങ്കിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, ഓഫീസുകൾ കേന്ദ്രീകരിച്ച്. ഇന്ന് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകളുള്ള സ്ഥലമാണല്ലോ. ഈ സർക്കാർ ഓഫീസുകളൊക്കെ ഇന്ന് പൊങ്കാല മുറ്റങ്ങളാണ്. കാരണം എല്ലാ ഓഫീസുകളുടെ മുറ്റത്തും അവിടുത്തെ ആളുകൾ, സ്റ്റാഫുകൾ ചേർന്ന് അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടും. റെസിഡൻസ് അസോസിയേഷനുകളിൽ ആകെ ആ തരത്തിൽ അവരെല്ലാം ഒന്നിച്ച് ഭക്ഷണം, ഒന്നിച്ച് ഇരിപ്പ് അല്ലെ. രാത്രി ഇന്നലെ ചെറിയ ഗാനമേളകളൊക്കെ, ചെറിയ ചെറിയ ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ ഞാനൊരു 10 സ്ഥലത്തെങ്കിലും രാത്രി ഒരു 10 മണിയോടെ വെറുതെ ഒന്ന് ഇറങ്ങിയതാ. അപ്പൊ ഒരു 10 സ്ഥലത്ത് 10 ഗാനമേളയെങ്കിലും ഞാൻ പറഞ്ഞ മത്സരത്തിന്റെ ഭാഗമാണത്. എന്റെ വീടിന് തൊട്ടടുത്ത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് നോക്കുമ്പോ 2 ടീമുകൾ തമ്മിൽ വലിയ മത്സരമായതുകൊണ്ട് അവിടെ വളരെ വിപുലമായ പരിപാടി 2 ടീമുകളുടെ വകയുണ്ട്. അങ്ങനെ മത്സരിച്ച് ഇവിടെ വേണ്ട ആളുകൾക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇത് എവിടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ആരോഗ്യകരമായ മത്സരം, അതെ, അതും കൂടി പറയണം. ആരോഗ്യകരമായ മത്സരം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇത്തവണ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. 10 മണിക്ക് ശേഷം മൈക്ക് ഓർഡർ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇന്നലെയും ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഉത്സവം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ അല്ലെ അങ്ങനത്തെ പരിപാടികളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. തല്ലുമൊക്കെ ഇല്ലെങ്കിൽ, ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമ്മിത്തല്ലും ഒരു നോട്ടമൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ അതിന്റെ ഒരു രസം? ആ വാശിയല്ലേ അതിന്റെ ഒരു. തീർച്ചയായിട്ടും അന്നദാനത്തെ കുറിച്ച് എടുത്തു പറയണം. ഒരാൾക്ക് പോലും ഭക്ഷണം കിട്ടാതെ ഇവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും വെള്ളവും ഭക്ഷണവും കൃത്യമായിട്ട് ഓരോ സമയത്ത് എത്തിക്കുന്നുണ്ട്. അത് നിരീക്ഷിക്കാൻ, അതെ, അത് മത്സരമാണ്. ഒപ്പം അത് നിരീക്ഷിക്കാൻ നഗരസഭ ഇത്തവണ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഈ കൊടുക്കുന്ന വെള്ളത്തിലാണെങ്കിലും ഇത്രയും ആളുകൾക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ സുരക്ഷ അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. അത് രസമാണ്. നമ്മൾ ഈ പൊങ്കാലയൊക്കെ ഇട്ടിട്ട്, ഞാൻ പൊങ്കാല റിപ്പോർട്ട് ചെയ്യാത്ത വർഷങ്ങളിൽ പൊങ്കാല ഇടുമ്പോഴൊക്കെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫ്രൂട്ട്സ്, വെള്ളം, ജ്യൂസ്, ഭക്ഷണം ഒക്കെ ആയിട്ട്. അപ്പൊ ആരുടെ ഫുഡാണ് കൂടുതൽ തീരുന്നത്? അതാണ് അവിടുത്തെ മത്സരം.